നമുക്കറിയാം, ഇന്ത്യക്കാർക്കറിയാം, മലയാളികൾക്കറിയാം, പ്രത്യേകിച്ച് നമ്മുടെ അടുക്കളയിലൊക്കെ കാണുന്ന മണങ്ങളൊക്കെ തന്നെയാണ് അതെല്ലാം, അല്ലെ? ഏലക്കയാണെങ്കിലും കറുവപ്പട്ടയാണെങ്കിലും ജാതിക്കാണെങ്കിലും കുരുമുളകാണെങ്കിലും ഇതൊക്കെ നമുക്ക് വളരെ കാണാപ്പാടാണ് മണം. മനസ്സിലൊന്ന് ആലോചിച്ചാൽ പോലും നമുക്ക് ആ മണം പെട്ടെന്ന് പിടികിട്ടും. പക്ഷെ സായിപ്പ് ചില നോട്ടുകൾ ഭയങ്കരമായിട്ടൊന്ന് വർണ്ണിക്കാറുണ്ട്. ഞാൻ ചിന്തിക്കും, എടാ നമ്മൾ വാങ്ങിയിട്ട് ഈ പറയുന്ന മണങ്ങളൊന്നും അതിനകത്ത് കിട്ടുന്നില്ലല്ലോ, ഇത്രയും തള്ളി മറിക്കത്തക്ക വിധത്തിൽ ആ നോട്ടുകളൊന്നും അല്ലല്ലോ കിട്ടുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിൽ ഇഞ്ചി വേറെയാണോ? റിവ്യൂ ചെയ്യാനുള്ളത് ലത്താഫ അൽ നഷാമ കപ്രിസ്. അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് കപ്രിസ്. അതിന് മെയിൻ കാരണം വൈസൽ ലാനുഡെലോ ബ്ലൂ ഇലക്ട്രിക് എന്ന പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ് കപ്രിസ്. വൈസൽ ലാനുഡെലോ ഒരു കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഇപ്പോഴും പലരുടെയും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഈവൻ ജെറമി പോലും അദ്ദേഹം പെർഫ്യൂമിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കാരണമായത് ആ ഒരു പെർഫ്യൂമായിരുന്നു. മെയിൻ നോട്ട് എന്ന് പറയുന്നത് കാർഡമമാണ്. ഏലക്കയാണ് അതിന്റെ മെയിൻ നോട്ടായിട്ട് വരുന്നത്. ഭയങ്കര സെക്സി ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. കുറെ കാലം വരെയും ഇപ്പോഴും അതെ, ഏറ്റവും ബെസ്റ്റ് റൊമാൻറ്റിക് പെർഫ്യൂം എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്നത് ഡോൾച്ചൻ ഗബാന, അത് വൺ ഓടെ പെർഫ്യൂം, പിന്നെ വൈസൽ ലാനുഡെലോ ഒക്കെയാണ്. പക്ഷെ ലാനുഡെലോ അതിഭീകരമായ റീഫോർമുലേഷന് വിധേയപ്പെട്ട് ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ട വന്ന ഒരു പെർഫ്യൂമാണ് ലാനുഡെലോ. അത്രയ്ക്ക് നല്ലൊരു മികച്ചൊരു പെർഫ്യൂമിനെ അവർ റീഫോർമുലേറ്റ് ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ലാനുഡെലോ സീരീസിൽ ഒരുപാട് പെർഫ്യൂം ഇറക്കിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ആ സെയിം നോട്ടുകൾ അല്പസ്വല്പം മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇറക്കിയ ഫ്ലാങ്കർ ആണ് ബ്ലൂ ഇലക്ട്രിക്. ഫ്രഷ് ആണ്, എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ബ്ലൂ ടൈപ്പ് ഫ്രഷ് അല്ല. അതാണ് ബ്ലൂ ഇലക്ട്രിക്. അരോമാറ്റിക് പൗഡറി സ്മെല്ല്. അപ്പോൾ അത് ഇൻസ്പയർ ആയിട്ടുള്ള വെർഷനാണ് കപ്രിസ്. അപ്പോൾ വൈസൽ ലാനുഡെലോമിന്റെ DNA അറിയാത്തവർക്ക് ഈ ഒരു പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഈ പെർഫ്യൂമിലേക്ക് വരാം. 2024 ഈ പെർഫ്യൂം ഇറങ്ങിയത്. ബോക്സ് ഡിസൈൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോക്സ് ഡിസൈൻ ആണ്. കട്ടിയുള്ള മെറ്റീരിയൽ. ഇവിടെ മാഗ്നറ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പിറകില് നോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലത്താഫോടെ ലോഗോ കാണാം. പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ വിൻസെന്റ് വാൻ ഗോഗിന്റെ സ്റ്റാരി നെറ്റ് ഇല്ലേ, അതുപോലത്തെ ഒരു ഇൻസ്പയർഡ് പോലെ തോന്നുന്നു. ബ്ലൂ ഇലക്ട്രിക്കിന്റെ തീം ആയിരിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബോക്സ് ഡിസൈനെ കുറിച്ച് പറയാൻ. വലിയ ബോക്സ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് ഒരു 3000-3500 ആണ് പ്രൈസ് റേഞ്ച്. ഞാൻ തുടക്കത്തിൽ അത് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ അവസാനം വരെ ഇതിന്റെ വില പറഞ്ഞില്ല എന്നുള്ളത് വേണ്ടല്ലോ. വില കാണാനാണ് പല ആൾക്കാരും കേൾക്കുന്നത് തന്നെ. ഓക്കെ, ഇപ്പൊ 3000-3500 ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. തുടക്കത്തിലേ പറയുന്നു. ഇനി അൺബോക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ബോട്ടിൽ ഡിസൈൻ വരുന്നത്. ബോക്സിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ അതേ തീം തന്നെയാണ് ബോട്ടിൽ കൊടുത്തിട്ടുള്ളത്. ക്യാപ്പ് ഇതാണ്, പ്ലാസ്റ്റിക് ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല, സെയിം ഡിസൈൻ. താഴെ സ്റ്റിക്കറും കാര്യങ്ങളും. ഒരു ബ്ലൂ ബോട്ടിലാണ്. ബ്ലൂ ഇലക്ട്രിക്കിന്റെ ആ പേര് പോലെ തന്നെ ഒരു ബ്ലൂ ബോട്ടിൽ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ സെൻ പ്രൊഫൈൽ എന്ന് പറയുന്നത് അരോമാറ്റിക്, ഫ്രഷ്, സ്പൈസി, വാം സ്പൈസി, ലാവൻഡർ, വുഡി, ആംബർ, സിട്രസ്, ഗ്രീൻ, ഹെർബൽ. ഈ നോട്ടായിട്ട് ഞാൻ പറയാം. ടോപ്പ് നോട്ടില് കാർഡമം, ജിഞ്ചർ, ബെർഗാമോ, ലെമൺ. മിഡിൽ നോട്ടില് ലാവൻഡർ, ജെറാനിയം, മിന്റ്. ബേസ് നോട്ടില് ആംബർ, സിഡർവുഡ്, പച്ചുളി, വെട്ടുവർ. ഇതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഇത്രയും നോട്ട് ഞാൻ പറഞ്ഞല്ലേ, ഇതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, കുറ്റമായിട്ട് പറയല്ല. ഈ സ്പൈസി മണങ്ങൾ, സുഗന്ധ വ്യഞ്ജനങ്ങളുടെ മണം പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും സായിപ്പിന് കഴിവില്ലാന്ന് തോന്നിയിട്ടുണ്ട്. ഇവന്മാരൊക്കെ നേരെ ചെറിയ സ്പൈസസ് സ്മെല് ചെയ്തിട്ടുണ്ടാവില്ല. ഉറപ്പിച്ചു പറയാം. കാരണം പല റിവ്യൂസും കണ്ടിട്ട് ഒരുപാട് പെർഫ്യൂംസ് വാങ്ങിയിട്ടുണ്ട്. ഇവർ അതിനകത്ത് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, ഇവന്മാർ ശരിക്കും ഇതൊന്നും സ്മെല് ചെയ്തിട്ടില്ലേ? നമുക്കറിയാം, ഇന്ത്യക്കാർക്കറിയാം, മലയാളികൾക്കറിയാം, പ്രത്യേകിച്ച് നമ്മുടെ അടുക്കളയിലൊക്കെ കാണുന്ന മണങ്ങളൊക്കെ തന്നെയാണ് അതെല്ലാം, അല്ലെ? ഏലക്കയാണെങ്കിലും കറുവപ്പട്ടയാണെങ്കിലും ജാതിക്കാണെങ്കിലും കുരുമുളകാണെങ്കിലും ഇതൊക്കെ നമുക്ക് വളരെ കാണാപ്പാടാണ് മണം. മനസ്സിലൊന്ന് ആലോചിച്ചാൽ പോലും നമുക്ക് ആ മണം പെട്ടെന്ന് പിടികിട്ടും. പക്ഷെ സായിപ്പ് ചില നോട്ടുകൾ ഭയങ്കരമായിട്ടൊന്ന് വർണ്ണിക്കാറുണ്ട്. ഞാൻ ചിന്തിക്കും, എടാ നമ്മൾ വാങ്ങിയിട്ട് ഈ പറയുന്ന മണങ്ങളൊന്നും അതിനകത്ത് കിട്ടുന്നില്ലല്ലോ, ഇത്രയും തള്ളി മറിക്കത്തക്ക വിധത്തിൽ ആ നോട്ടുകളൊന്നും അല്ലല്ലോ കിട്ടുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിൽ ഇഞ്ചി വേറെയാണോ? ഇല്ല, ഞാൻ മനസ്സിൽ ഏലക്ക വേറെയാണോ? ഇപ്പം നിങ്ങൾ ചില വീഡിയോസ് കാണുമ്പോൾ ഞാൻ ആക്ഷേപിക്കല്ല, തുറന്നു പറയാണ്, സായിപ്പ് അതിനകത്ത് സ്പൈസസ് ഉണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും. കാരണം ഉമ്മമാർക്ക് നേരെ പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. ഇവർ നേരെ സ്മെല്ല് ചെയ്തിട്ടില്ല. അതാണ് അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള വിഷയം. ഞാനത് തുറന്നു പറയാതെ. ഓക്കെ, ഇനി ഞാൻ ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാം. നല്ല പെർഫ്യൂമാണ്, അതിൽ യാതൊരു സംശയമില്ല. അടിപൊളി പെർഫ്യൂമാണ് ലത്താഫ കപ്രിസ്. വൈസൽ ലാനുഡെലോമിന്റെ ഒരു 95% സിമിലർ ആയിട്ടുള്ള ഒരു DNA. ഞാൻ ലാനുഡെലോം അടുത്ത കാലത്ത് ഒന്ന് ട്രൈ ചെയ്തു. ഇലക്ട്രിക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് വാങ്ങിയ സമയത്ത് ഞാൻ ഇതിന്റെ ഒരു ഡീക്കന്റ് 1.2 ml ഞാൻ ട്രൈ ചെയ്തു. ഏകദേശം 90-95% സിമിലർ ആണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഓക്കെ, നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ബാക്കി കാര്യം പറയാം. സ്പ്രേയർ നല്ല സ്പ്രേയർ ആണ്. ഇത് ട്രൈ ചെയ്യട്ടെ. ഇപ്പൊ ഇതിനകത്ത് ടോപ്പ് നോട്ടില് ഏലക്ക, പിന്നെ ഇഞ്ചി, ബെർഗാമോ, നാരങ്ങ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നാരങ്ങയും ഇഞ്ചിയും ഒന്നും കിട്ടില്ല നമുക്ക്. ഇതിനകത്ത് നാരങ്ങയും ഇഞ്ചിയും ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് സായിപ്പ് പറയുന്നത്. പക്ഷെ കിട്ടില്ല, അതൊന്നും അല്ല കിട്ടുന്നത്.
അത് ഇവരിനി ഓർത്തെടുത്ത് പറയുന്നതാണെന്ന് എനിക്കറിയില്ല. കാരണം അത് പലപ്പോഴും ഇത്തരം പെർഫ്യൂമില് ഓപ്പണിംഗിൽ സിട്രസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും നേരെ കിട്ടത്ത് പോലും ഒരു മൈക്രോ സെക്കൻഡ് പോലും കിട്ടില്ല. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഏലക്കയുടെ മണം നിങ്ങൾക്കും എനിക്കും അറിയില്ലേ? ഏലക്കയുടെ മണം ആർക്കറിയാത്തത്? പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏലക്കയുടെ മണം എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിനകത്ത് ഏലക്ക ചേർത്തിരിക്കുന്നത് ഏലക്കയാണെന്ന് വെച്ചാൽ ഏലക്കയാണ്, പക്ഷെ ഏലക്കയോടൊപ്പം തന്നെ വേറെ ചില നോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ ഏലക്കയുടെ മണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഏലക്ക പോലെയുള്ള ഒരു അരോമാറ്റിക് സ്മെല്ല്, യഥാർത്ഥ ഏലക്കയുടെ മണം നമുക്ക് നന്നായിട്ട് അറിയാവുന്നവരാ. പായസത്തിലും ചായയിലും ബിരിയാണിയിലും കുൽഫി അങ്ങനെ പല ഫ്ലേവറിൽ നമ്മൾ ഏലക്ക കഴിക്കാറുണ്ട് അല്ലെ? ചിലർക്ക് വായുനാറ്റം മാറാനായിട്ട് ഏലക്ക കഴിക്കണം. അപ്പൊ ഏലക്കയുടെ മണം നമുക്ക് കാണാപ്പാടാണ്. അപ്പൊ ഇതിനകത്ത് ഏലക്കയുടെ നോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഏലക്ക ബേസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഉള്ള കാര്യം പറയാം, ട്രൈ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക പെർഫ്യൂമിൽ ഏലക്കയുടെ മണം എന്ന് പറയുന്നു എന്നല്ലാതെ നമുക്ക് യഥാർത്ഥ ഏലക്കയുടെ മണം അങ്ങനെ കിട്ടാറില്ല, കിട്ടിയിട്ടുമില്ല എന്റെ അഭിപ്രായത്തിൽ. ഇനി പലരുടെയും മൂക്ക് വ്യത്യസ്തമാണ്, പലരുടെയും ടേസ്റ്റ് വ്യത്യാസമാണ്. ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം പറയാണ്, ഏലക്ക ബേസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂമിൽ 100% ഏലക്കയുടെ മണമായിട്ടുള്ളത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എഴുതി വെച്ച് പറയാൻ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഏലക്കയുടെ ഒരു തീം ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു മണം, നമുക്ക് ഏലക്കയുടെ ഒരു ഫീൽ കിട്ടും. പക്ഷെ ഏലക്കയുടെ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു മണമല്ല. ചില പെർഫ്യൂമിലൊക്കെ ഒരു ഏലക്കയുടെ ഒരു ഫീൽ കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് റിവ്യൂലൊക്കെ, ഏലക്ക തോട്ടത്തിൽ കയറി പോകുന്ന പോലത്തെ ഒരു മണം. പക്ഷെ എങ്കിലും അതൊരു 100% ഏലക്കയുടെ മണമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും, അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഏതാണ് അതുപോലെ തന്നെയാണ്. ഇതിനകത്ത് കാർഡമം നോട്ടിനോടൊപ്പം തന്നെ ലാവൻഡറും ജെറാനിയം പോലുള്ള ഹെർബൽ നോട്ട്, ബൊട്ടാനിക്കൽ നോട്ട് കൂടി ചേരുമ്പോൾ ഒരു പൗഡർ നോട്ടാണ് മാറുന്നത്. അപ്പൊ 100% ഏലക്കയുടെ മണമെന്ന് പറയാൻ പറ്റില്ല. അപൂർവം ചില പെർഫ്യൂമിലൊക്കെയാണ് നമുക്ക് ആ ഒരു ഹിന്റ്, ഒരു ഏലക്കയുടെ ഒരു തോട്ടത്തിൽ കയറിയ പോലുള്ള ഒരു ഫീൽ കിട്ടുന്നത്. നമ്മൾ മൂന്നാറിലൊക്കെ പോകുമ്പോൾ ഏലക്ക തോട്ടത്തിൽ കയറി ചെല്ലുന്ന പോലെ ഒരു ഫീൽ കിട്ടുന്ന അപൂർവം ചില പെർഫ്യൂമിലൊക്കെ നമുക്കൊരു ഏലക്കയുടെ ഫീൽ കിട്ടും. പക്ഷെ ഇങ്ങനെയുള്ള പെർഫ്യൂമിനൊക്കെ ഭയങ്കര ഏലക്ക ബേസ്ഡ് ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹൈപ്പ് കൊടുക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്. പെർഫ്യൂം മികച്ച പെർഫ്യൂം, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൊക്കി അടിക്കുമ്പോഴാണ് നമുക്ക് മലയാളികൾക്ക് അറിയാത്ത മണം വല്ലതാണത്, ഏലക്കയുടെ മണം. അത്രേ ഉള്ളൂ. അപ്പം മണം എന്ന് പറയുന്നത് ഈ ഏലക്ക പോലുള്ള ഒരു മണവും അതുപോലെ തന്നെ ലാവൻഡറും ജെറാനിയും ചേരുമ്പോൾ ഒരു സ്മെല്ല്, രണ്ടും കൂടി ചേരുമ്പോൾ ഒരു പൗഡറി സ്മെല്ലാണ്. വയസൽ ലാനു ഡെനോമുമായിട്ട് 95% DNA ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ വയസൽ ലാനു ഡെനോം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. വേറെ ഒന്നുമല്ല, ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യുക. ആ പെർഫ്യൂം ഡിസ്കണ്ടിന്യൂ ചെയ്തു. കിട്ടിയാൽ തന്നെ നിങ്ങൾ തീ പിടിച്ച വിലയായിരിക്കും, 10-15,000 കൂടി വിലയും പോകും. ഇപ്പൊ കിട്ടാനുമില്ല. പിന്നെ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ 2026 ഞാൻ ട്രൈ ചെയ്ത നല്ലൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. മെയിനായിട്ട് പറയേണ്ട കാര്യം, സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ചീപ്പ് സ്മെല്ലും ഇല്ല. അടിക്കുമ്പോൾ തന്നെ ആൽക്കഹോളിന്റെ ഒരു കുത്തലൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ചീപ്പായിട്ടുള്ള മണമില്ല, ചീപ്പായിട്ടുള്ള സിന്തറ്റിക് ഉള്ള ആർട്ടിഫിഷ്യൽ നോട്ടുകളൊന്നുമില്ല. പക്ഷെ ഏലക്ക ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഏലക്കയുടെ ട്രൂ സ്മെല്ലും അല്ല, അത് ഒരു പെർഫ്യൂമിനും കിട്ടില്ല. ഇതുവരെ ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. ചിലതിനൊക്കെ ഞാൻ പറഞ്ഞത് ഹിന്റ് കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ, ഞാൻ തുറന്ന് പറയാം. വയസ്സൽ ലാനുഡെനോ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റൊമാൻറ്റിക് സെക്സി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. കാരണം ആ ഒരു കാർഡമം പോലത്തെ ഒരു സ്മെൽ ഉള്ളത് കൊണ്ട് നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആ പെർഫ്യൂം. ഡോൾച്ചെ ആൻഡ് ഗബാനയുടെ 1 EDP അതും ഈ കാർഡമം എന്ന് പറയപ്പെടുന്ന ഒരു പെർഫ്യൂമാണ്. പക്ഷെ അത് ഈ പറയുന്ന കാർഡമത്തിന്റെ സ്മെല്ലൊന്നും നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. കാർഡമം ഏലക്കയുടെ മണത്തിനോടൊപ്പം തന്നെ വേറെ കുറെ നോട്ടുകളൊക്കെ ചേരുമ്പോൾ ഏലക്കയുടെ നോട്ടാണ് വരില്ല അവിടെ ഈ പൗഡറി സ്മെൽ ആയിരിക്കും കൂടുതൽ കയറി വരുന്നത്, പൗഡറി അരോമാറ്റിക് സ്മെല്ല്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ പെർഫോമൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ എ സിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഓഫീസിൽ പോകുമ്പോൾ ഓഫീസ് AC ആണെന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂർ, 5 മണിക്കൂർ മാക്സിമം ഇടയ്ക്കൊന്ന് ടോപ്പ് ചെയ്യണം. പക്ഷെ ആ 5 മണിക്കൂർ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഒരു സെക്കൻഡ് പോലും മടുപ്പിക്കുന്ന മണമല്ല. നമുക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ്. അടുത്തിരിക്കുന്നവർക്ക് തലവേദന ഉണ്ടാകുന്ന മണമല്ല. നമുക്ക് എത്ര വേണമെങ്കിലും അടിക്കാം. 15 സ്പ്രേ 20 സ്പ്രേ എത്ര അടിച്ചാലും ഒരു തരത്തിലുള്ള കുത്തലോ ഒരു ആർട്ടിഫിഷ്യൽ സ്മെല്ലോ തോന്നിപ്പിക്കില്ല. ഒരു നല്ലൊരു യുണീക്ക് സ്മെല്ലാണ് ഈ ഒരു മണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ആണെന്ന് വെച്ചാൽ ഫ്രഷ് ആണ്. പക്ഷെ ബ്ലൂ അക്വാട്ടിക് മറൈൻ സിട്രസി ബേസ്ഡ് ആയിട്ടുള്ള ഫ്രഷ് അല്ല, മറിച്ച് പൗഡറി അരോമാറ്റിക്, അരോമാറ്റിക് ക്ലീൻ ആയിട്ടുള്ള സ്മെല്ല്, ഒരു ലോണ്ട്രി എഫക്റ്റ് ഒക്കെ തരുന്ന, അലക്കി തേച്ച് മടക്കി വെച്ച ഒരു വസ്ത്രം എടുത്ത് സ്മെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ക്ലീൻ സ്മെല്ല്, ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു മണം. കുറ്റം പറയാൻ ഒന്നുമില്ല, നെഗറ്റീവ് പറയാൻ ഒന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ ഒക്കെ തള്ളുമറക്കൽ കേട്ടിട്ട് മാത്രമുള്ള കാര്യമുള്ളൂ. അത് പറയണമെന്ന് തോന്നി പറഞ്ഞു, അത്രേ ഉള്ളൂ. ഉപയോഗിക്കേണ്ട കാലാവസ്ഥ എന്ന് പറയുന്നത്, വെയിലത്ത് ഉപയോഗിക്കരുത്, വൈകുന്നേരം രാത്രി ഉപയോഗിക്കുക. വൈകുന്നേരം രാത്രി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ വരെ നിൽക്കും. അതിന് റെക്കമെൻഡ് ചെയ്യുന്ന സ്പ്രേ എന്ന് പറയുന്നത് 8 മുതൽ 10 സ്പ്രേ വൈകുന്നേരം 6 മണിക്കൊക്കെ രാത്രി ഉപയോഗിക്കുക. പിന്നെ വെളുപ്പാങ്കാലം ഉപയോഗിക്കുക. വെളുപ്പാങ്കാലം ഒരു യാത്രയുണ്ട്, ആ കാലാവസ്ഥയിൽ 8-10 മണിക്കൂർ നേരം നിൽക്കും, നല്ലപോലെ പ്രൊജക്ട് ചെയ്യും. ആദ്യത്തെ 2-2.5 മണിക്കൂർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ മണം കിട്ടുന്ന രീതിയിലേക്ക് ചുരുങ്ങും. ആദ്യത്തെ 2.5 മണിക്കൂർ സോളിഡ് ആയിട്ടുള്ള പ്രൊജക്ഷനും ഉണ്ട്. പോകുന്നിടത്തേക്ക് ഒരു മണം ഉണ്ടാവും. ആളുകൾക്ക് ഈ മണം ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫീൽ അവർക്ക് തോന്നും. വന്ന് സ്മെല്ല് ചെയ്യണം, വീണ്ടും വീണ്ടും സ്മെല്ല് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു മണമാണ്.
എന്റെ അഭിപ്രായത്തിൽ യൂണിസെക്സ് ആണ് ഈ ഒരു പെർഫ്യൂം. അങ്ങനെ ഭയങ്കര മസ്കുലിൻ ആയിട്ടുള്ള ഫീൽ ഒന്നും തോന്നുന്നില്ല. യൂണിസെക്സ് ആണ്, ഗേൾസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഈ ഒരു മണങ്ങളൊക്കെ. പിന്നെ ഏജ് ലിമിറ്റ് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം, പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇതിനകത്ത് ഒരു ഐറിസിന്റെ സ്മെല്ല് വരുന്നുണ്ട്. ഈ ഏലക്കയുടെ ആ ഒരു പറയപ്പെടുന്ന നോട്ടിനോടൊപ്പം തന്നെ ഈ ഐറിസിന്റെ നോട്ടും വരുന്നുണ്ട്. അത് പലരും പറയുന്നില്ല, പക്ഷെ അത് എന്തുകൊണ്ട് പറയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് ഐറിസിന്റെ സ്മെല്ലുണ്ട്. ലാനുയുടെ ലോമില്, പ്രാഡ ലോം. അതുപോലെ തന്നെ ഈ ലിയാം ഗ്രേ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ? ലിയാം ഗ്രേ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലിയാം ഗ്രേയിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഏലക്കയുടെ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഈ പറയുന്നത് ട്രൂ ഏലക്ക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു ഫീൽ കിട്ടും, ഏലക്കയുടെ പോലത്തെ ഒരു ഫീൽ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കാര്യം ഓർമ്മ വരും. പക്ഷെ ഇത് നമ്മളിങ്ങനെ 10 പേര് പറയുമ്പോഴാണ് ഏലക്കയുടെ മണം ഉണ്ട്, ഏലക്കയുടെ മണം ഉണ്ട് നിങ്ങൾ പറയുമ്പോഴാണ് നമ്മളിങ്ങനെ ചിന്തിച്ചെടുക്കും, ഇതിനകത്ത് ഏലക്കയുടെ മണം കിട്ടുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചെടുത്ത് കഷ്ടപ്പെട്ട് ഓർത്തെടുക്കേണ്ട അവസ്ഥ. പക്ഷെ ചില പെർഫ്യൂമിലൊക്കെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. ഞാൻ പറഞ്ഞ ഒരു ഫീൽ. ഇപ്പൊ ലിയാം ഗ്രേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വർക്കൗട്ട് ആയെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ പെർഫ്യൂം നിങ്ങൾക്ക് വർക്കൗട്ട് ആവും. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. പിന്നെ വാങ്ങിയിട്ട് നിങ്ങളൊരു മാസറേഷൻ നിങ്ങൾ ചെയ്യണം. പിന്നെ എങ്ങനെയാണ് മാസറേഷൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ വ്യക്തമായിട്ട് ചെയ്യാം. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. അപ്പൊ മാസറേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. ഈ ഒരു പെർഫ്യൂം വാങ്ങിയിട്ട് കുറച്ച് ദിവസം നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടും. ഇപ്പോഴും ഈ ഒരു പെർഫ്യൂം നന്നായിട്ട് പ്രൊജക്ഷൻ ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ലപോലെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് മോൺസ്റ്റർ ലെവൽ, ബീസ്റ്റ് ലെവൽ ആണെങ്കിൽ മാസറേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയേ പറ്റും. അങ്ങനെ പോകുന്നവർക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. 10 ml 5 ml ഞാൻ കൊടുക്കുന്നുണ്ട്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ജ്യൂസിന്റെ കളർ ഉണ്ടല്ലേ, അല്പം ഒരു ബ്രൗൺ ആയിട്ടുള്ള ലൈറ്റ് ബ്രൗൺ കളറാണ്. അതിനർത്ഥം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആയിരിക്കും. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള പെർഫ്യൂം ഒക്കെ നമ്മുടെ നാട്ടിലോട്ട് 5 മണിക്കൂർ 6 മണിക്കൂർ നിൽക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. 36 ഡിഗ്രി 37 ഡിഗ്രി സെൽഷ്യസ് ഉള്ളപ്പോൾ ഇത്രയും എങ്കിലും നിൽക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. ചില പെർഫ്യൂമിന്റെ റിവ്യൂലൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഏലക്കയുടെ മണം കിട്ടുന്നുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ എങ്കിലും ഇങ്ങനെയുള്ള പെർഫ്യൂമിനൊക്കെ ഏലക്ക ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേബലില് വരുമ്പോൾ നമുക്കൊരു ചിന്ത വരും, ശരിക്കും ഇത് ഏലക്കയുടെ മണം തന്നെയാണോ എന്നൊരു തോന്നൽ വരും. ഏലക്ക മാത്രമായിട്ടുള്ള നോട്ടാണെങ്കിൽ ഓക്കെ, പക്ഷെ ഏലക്കയോടൊപ്പം തന്നെ കുറെ നോട്ടുകൾ വരുമ്പോൾ നമുക്ക് അത്രയും നോട്ടിനോടൊപ്പം തന്നെ ഏലക്കയുടെ മണം മുങ്ങിപ്പോകും. അത് മാത്രമായിട്ട് അങ്ങനെ കിട്ടില്ല. പിന്നെ ആളുകൾ അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ 10 പേര് പറയുമ്പോൾ 11ാമത്തെ ഒരാൾ പറയാൻ ഒരു ജാള്യത കാണും. അത് കിട്ടുന്നില്ലെങ്കിൽ പോലും എനിക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ പറയും. അത്രേ ഉള്ളൂ. ജെന്യൂനായിട്ട് പറഞ്ഞാൽ പെർഫ്യൂം വർത്തായിട്ടുള്ള പെർഫ്യൂമാണ്. പെർഫ്യൂമിൽ ഒരു കുറ്റവും കുറവും പറയാനില്ല. പക്ഷെ ആളുകൾ ഇങ്ങനെ ഇത് ഏലക്ക ബേസ്ഡായിട്ടുള്ള പെർഫ്യൂമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളുമ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയായിരിക്കും നമ്മൾ ഈ പെർഫ്യൂമിനെ സമീപിക്കുന്നത്. അപ്പൊ നമ്മൾ ഡിസപ്പോയിന്റഡ് ആവും. പക്ഷെ ഇത് ഇങ്ങനെ ഒന്നും പറയാത്ത പെർഫ്യൂമിനൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഏലക്കയുടെ ആ ഒരു ഫീൽ കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും, ഇതിനൊരു ഏലക്കയുടെ മണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറയിപ്പിക്കണം, അല്ലാതെ ഏലക്കയുടെ മണം ആണെന്നും പറഞ്ഞ് സെയിൽ ചെയ്യരുത്. അത്രേ ഉള്ളൂ. ട്രൈ ചെയ്തിട്ട് വാങ്ങുക, ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. പെർഫ്യൂം വർത്താണ്, അത് യാതൊരു കുറ്റവും കുറവും പറയാനില്ല. ഞാൻ പറഞ്ഞതിന് സിന്തറ്റിക് ആയിട്ടുള്ള സ്മെല്ലൊന്നുമില്ല, നല്ല സ്മെല്ലാണ്. കോംപ്ലിമെന്റ് കിട്ടുന്ന DNA ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പ്രണയിക്കുന്നവര് എവിടെയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയെ കാണാനൊക്കെ പോകുമ്പോൾ ഇതടിച്ചിട്ട് പോവുക. ആ ഒരു ഒക്കേഷനൊക്കെ നന്നായിട്ട് ചേരും. അതുപോലെ തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒക്കേഷൻസിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോഴത്തെ ആ ഒരു ഫീലിന് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യും, പ്രണയത്തെ കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന ഒരു മണമായിട്ട് മാറും. മണങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, നമ്മുടെ ആ ഒരു മൂഡ് പെട്ടെന്ന് തന്നെ പ്രണയാതുരമായിട്ടുള്ള ഒരു മൂഡാക്കി മാറ്റും. അതിനെ പറ്റിയൊരു പെർഫ്യൂമാണ്. ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് അടിക്കുക.